ഹായ് കാൺവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പി ഇട്ടിരുന്നു ബട്ടർ ചിക്കനും നാനും. അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതിന് ശേഷം ലോങ് വീഡിയോ ഇടാൻ മറന്നുപോയി. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ് ഇട്ടത്. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബട്ടർ ചിക്കനും ബട്ടർ നാനും ആയിരുന്നു. അതിൽ ഗാർലിക്ക്, മല്ലിയില ഒക്കെ ഇട്ടിട്ടുള്ള ബട്ടർ നാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കനും ബട്ടർ നാനും രാവിലെ ഉണ്ടാക്കി. അതിന് ശേഷം ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കോഫി ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റിലേക്ക് പാൽ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച്, മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അത് വിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കോഫി മിക്സ് ഉണ്ടല്ലോ, കോഫിയും മിൽക്കും കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് നല്ലൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇനി അതൊരു ഐസ്ക്രീം പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് അല്ല ഒഴിച്ചെടുക്കുക. എന്നിട്ടത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇതാണ് ഉണ്ടാക്കിയത്, ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത്. ആദ്യം മുട്ട ഒന്ന് ചിക്കിയിട്ട് അതിലേക്ക് ക്യാരറ്റും ബീൻസും ഒന്ന് വേവിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത്, പിന്നെ ചിക്കനും ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതും ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോള് ഹോസ്റ്റലിലേക്ക് പോകാനും കോളേജിൽ പോവുകയാണ്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് വേണ്ടി പോകുമ്പോൾ അതിലേക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തോനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾക്ക് കൊണ്ടുപോകാനും കൂടിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് ഫ്രൈഡ് റൈസിനുള്ള ചോറ് ആദ്യം വേവിച്ച് വെച്ചിരുന്ന് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അവൾക്ക് കറി ആവശ്യമില്ലായിരുന്നു, ചോറ് മാത്രം മതിയായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് മാത്രമായിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസും ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും വീഡിയോ ഇടാൻ കാരണം ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ചോറാണ് ഫ്രൈഡ് റൈസ്. ഇത് അവിടെ പോയിട്ട് ചൂടാക്കാനൊക്കെ പറ്റും. ബിരിയാണിയൊക്കെ ചൂടാക്കുന്നതിനേക്കാളും ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഒന്നും കൂടി ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ. ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പാക്കറ്റിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ച്, എന്നിട്ട് രാത്രിയാണ് അവൾ പോകുന്നത്. ആ സമയത്ത് ഞാൻ എടുത്തു കൊടുത്താൽ രാവിലെ അവൾക്ക് അവിടെ എത്തുമ്പോൾ ഫ്രീസൊക്കെ പോയി ഉച്ചക്കത്തേക്ക് ചൂടാക്കി തിന്നാലോ. അപ്പോഴേക്കും മോനിക്ക് ട്യൂഷനിൽ എക്സാം ആയതുകൊണ്ട് അവനക്ക് ഉച്ചയ്ക്ക് പോവാണ്ടായിരുന്നു. അപ്പോൾ വേഗം തിന്ന്. അപ്പോൾ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനുമാണ് കേട്ടോ. ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. ഏറെയും ഫ്രൈഡ് റൈസിലേക്ക് ചില്ലി ചിക്കനൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഇതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർക്കുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിലേക്കൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൈനാപ്പിളും കക്കരിയും ഉറുമാമ്പഴവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലിയ ഗാർഡനിൽ പോയി. ആദ്യം ഞങ്ങൾ വേറൊരു ഗാർഡനിൽ പോയി, അവിടെ പോയി നഴ്സറി പോയി. അവിടെ പോയപ്പോൾ നൗഷാക്കൊന്നും പറ്റിയില്ല. കുറച്ച് തൈകളൊക്കെ വാങ്ങാൻ ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേട്ടോ നൗഷാക്ക അവിടെ പോയിട്ട് തിരഞ്ഞെടുക്കൊന്നുമില്ല, ലിസ്റ്റ് ചെയ്തത് മാത്രം വാങ്ങി പോരുന്നില്ലാണ്. അങ്ങനെ ഞങ്ങളത് ലിയ ഗാർഡനിൽ കിട്ടി പോന്ന്. പിന്നെ ഇത് ഡെസേർട്ട് വന്നിട്ടാണ് കേട്ടോ തിന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്, പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ പേര് സെമി ഫ്രിഡോ അൽക്കഫെ എന്നാണ്. പിന്നെ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ള തൈകൾ. മധുര തുളസി, ഗൾഫിലുണ്ടാകുന്ന പുതിന, അങ്ങനെയൊക്കെ 2 തരം റോസ്, അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. വിക്സിൻ്റെ തൈ, അങ്ങനെയൊക്കെ ഓരോ തൈകൾ നേരത്തെ കാണിച്ചില്ല അതിലുള്ളതാണ് കേട്ടോ. ഇത് മറ്റേതാണ് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സാധനം, തായ്ലാൻഡിൽ. ഇത് മാംഗോസ്റ്റിൻ സാധാ തൈ, ബട്ടല്ല തൈ. നമുക്ക് മാംഗോസ്റ്റിൻ വലുതൊന്നും ഇവിടെ ഉണ്ട്. പിന്നെ അവൾക്ക് ചമ്മന്തിപ്പൊടി വേണമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെള്ളി പൊടി ഉണ്ടല്ലോ, ചെമ്മീൻ്റെ ഉണക്കിയ പൊടി,
അത് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊന്ന് വെള്ളം പോയി നല്ല ഉണങ്ങി കിട്ടണമല്ലോ, അങ്ങനെ ചെയ്യണം. പിന്നെ തേങ്ങ അതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഇവിടെ വെക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊന്ന് വറുത്തെടുത്ത് അതിന് ശേഷം പുളിയും മുളകും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അവിടെ പോയാൽ പുറത്ത് വെക്കുന്നതാണ്, ഫ്രിഡ്ജ് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ പുറത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട്, ഫ്രിഡ്ജ് കേട് വന്നിട്ട് നന്നാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളെ നാട്ടിലുള്ളത് പോലെ ഒന്നും ഇപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് അവൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകല്. ഇത് ആദ്യമൊക്കെ കൊണ്ടുപോയിരുന്നു, പിന്നെ അവൾ കൊണ്ടുപോകലില്ലായിരുന്നു കേട്ടോ. പിന്നെ സാൻഡ്വിച്ച് കൊണ്ടുപോകുന്നുണ്ട്, മുട്ട, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് അവൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോവുക. രാത്രി പിന്നെ ഫുഡ് ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു രാത്രിയിലത്തെ ഭക്ഷണം. പിന്നെ അവൾ രാത്രി 1 മണിക്കാണ് പോകാനുള്ളത്. അപ്പോൾ മുട്ടയൊക്കെ അതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് ഒക്കെയാണ് വെച്ച് കൊണ്ടുപോകുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ ചെയ്തിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അവൾ ഫില്ല് ചെയ്ത് വെക്കും. പേപ്പറൊക്കെ നല്ലവണ്ണം വെക്കുന്ന മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ക്ലീൻ ഫിലിം കൊണ്ട് നല്ല ഒന്ന് പാക്ക് ചെയ്ത് വെക്കും. മുട്ട പിന്നെ ഇവിടെ കോഴിക്കളുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവൾ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ അവിടുന്ന് വാങ്ങും. അവിടെ ഇപ്പോൾ ഇവിടത്തേക്കാളും വില ഉണ്ട് മുട്ടക്കൊക്കെ, എല്ലാറ്റിനും വില കൂടുതലാണ് ആ ഭാഗത്തൊക്കെ. അപ്പോൾ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ്. അവൾക്ക് അവിടെ പോയാൽ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ ക്ലീൻ ഫിലിം എടുത്ത് നല്ലൊന്ന് കെട്ടി വെക്കും. പിന്നെ ഇതുപോലെ ഫ്രൈഡ് റൈസ് ഞാൻ ഫ്രീസറിലാക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാൻഡ്വിച്ച് രാവിലെ തിന്നാൻ വേണ്ടിയിട്ട് ഉള്ളി മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാൽ അവൾക്ക് രാവിലെ ചെന്ന ഉടനെ ഇതാണ്ട് എടുത്ത് തിന്നാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവൾ അന്ന് രാത്രി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.